ഈജിപ്തിൽ അലക്സാണ്ട്രിയയിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു മനോഹരമായ ഈജിപ്ഷ്യൻ വില്ലേജിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ മുസ്തഫക്ക, സജിദ്ക, അഷ്റഫ് അലിക്ക, അവരൊക്കെ രണ്ടുപേരും നാട്ടിൽ നിന്നും ഒരാൾ സൗദിയിൽ നിന്നും ഈജിപ്ത് വിശദമായിട്ട് ഇതിൻ്റെ കൾച്ചർ, ഇവിടുത്തെ ഗ്രാമീണ ജീവിതം എല്ലാം അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു വില്ലേജ് ലൈഫ് എങ്ങനെയാണ് എന്ന് നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും ഇവിടുത്തെ കാർഷിക രീതികൾ. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസണാണ്. അപ്പോൾ ഓറഞ്ച് തോട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈജിപ്തിൻ്റെ ഒരു ഗ്രാമപ്രദേശത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഡ്രൈവർ മിസ്റ്റർ മന്ദു, പിന്നെ ഇത് ഞങ്ങളുടെ ടീം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഈ തോട്ടങ്ങളും ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കാണാൻ പോവുകയാണ്. ഞങ്ങൾ മിസ്റ്റർ അഹമ്മദ് മിസ്രിയുടെ ഈ ഓറഞ്ച് തോട്ടത്തിലാണ്. അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾക്ക് ഓറഞ്ചൊക്കെ തന്ന് ഞങ്ങളത് പൊളിച്ച് കഴിക്കുകയാണ്. നല്ല നല്ല അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ നല്ല മണ്ണും നല്ല പ്രകൃതിയും നല്ല കാലാവസ്ഥയും ഉണ്ടായിട്ടും കൃഷിയെ ഇവർ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കുന്നില്ല എന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിപ്പോയത്. വളരെ സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായി എല്ലാ പുതിയ കൃഷി രീതികളും അവലംബിക്കുകയും അത് എല്ലാതും ശരിക്കും പറഞ്ഞാൽ കുള്ളൻ ഇനങ്ങളാണ്. എത്ര നമുക്കിങ്ങനെ കയ്യെത്തി പറിക്കാൻ പറ്റും. ഒന്നും കോവണി വെക്കണ്ട. നമ്മളോട് തൊട്ടുരുമ്മി നിൽക്കുന്ന ഓറഞ്ച് ഇവിടെ വന്ന് ഒരു എന്താ പറയുക, കൃത്യമായും മസറ എന്ന് നമ്മൾ നാട്ടിൽ നിന്ന് സൗദിയിൽ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു കൃത്യമായ രൂപം അഹമ്മദ് എന്ന് പറയുന്ന ഇദ്ദേഹം നമ്മളിപ്പോൾ പരിചയപ്പെട്ട നല്ല ഫ്രണ്ട്ലിയാണ്. പുള്ളിയുടേതാണ് ഈ തോട്ടം. ഇവിടെ നിന്ന് പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമുക്കിത് പറിച്ചു തന്നത്. വളരെ ജ്യൂസിയായ ഓറഞ്ച് എന്ന് പറഞ്ഞുകൂടെ, നമ്മുടെ നാട്ടിൽ ബുർത്തുക്കാൽ എന്ന് പറയുന്ന ഐറ്റം. എന്ത് മധുരമാണ് ഇതിനെന്നറിയോ. അപ്പോൾ ഇത്രയും ഒരു മരുഭൂമിയിൽ ഇത്രയും നല്ല കൃഷി, ഇതിങ്ങനെ ഇത്രയും ഞങ്ങളെ കൊണ്ടുവന്ന അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തൊരു വില്ലേജിനുള്ളിലേക്ക് കയറി ഇത് കാണാനൊത്തത് ലുക്മാൻ സാഹിബിൻ്റെ ഒരൊറ്റ നല്ല മനസ്സാണ്. എല്ലാറ്റിനും ലുക്മാനോട് നന്ദി. നമ്മളിന്ന് രാവിലെ കൈറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അലക്സാണ്ട്രിയയിലേക്കുള്ള പോകുന്ന വഴിയാണ്. അപ്പോൾ പുറപ്പെടുമ്പോൾ തന്നെ ലുക്മാൻ ഭായി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നു, ഞങ്ങൾ ഇതിൻ്റെ ഈ ഗ്രാമീണ പ്രദേശങ്ങളും അതുപോലുള്ള കൃഷിയും പിന്നെ ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ കാണിക്കാമെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഉറപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും വളരെ മനോഹരമായ ആ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു വഴിയിലേക്ക് കയറുകയും അവിടെ വന്ന് നമുക്ക് വളരെ ഗംഭീര സ്വീകരണമാണ് ഇവിടുന്ന് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ വലിയൊരു അത്ഭുതമാണ് ശരിക്കും കണ്ടത്. ഇവിടെ ഇത്രയും വളരെ മനോഹരമായ ഒരു ഓറഞ്ച് തോട്ടം, അതിലെ ഓറഞ്ച് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുക, അതിൽ നിന്ന് നമുക്ക് ഏറ്റവും പഴുത്തത് നോക്കി അത്ര ഓറഞ്ച് പറിച്ച് അത് അവിടെ നിന്ന് തന്നെ കഴിക്കുന്ന, എനിക്ക് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഓറഞ്ച് തോട്ടത്തിൽ നേരിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ തോട്ടക്കാരൻ ഒരുപാട് ഓറഞ്ചുകൾ ഞങ്ങൾ ചോദിക്കാതെ പറിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ ബാഗ് നിറഞ്ഞ് കയ്യിൽ പിടിച്ച് നിറഞ്ഞു. എനിക്ക് കീസ് എടുക്കാൻ പോയതാണ് മൂപ്പര്. അപ്പോൾ ഇതാണ് ഈജിപ്തുകാരുടെ ഒരു ഗ്രാമീണ സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ സത്യത്തിൽ ഇവരോട് സമ്മതം ചോദിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ വന്നതാണ്. എനിക്കറിയാവുന്നൊരു സ്ഥലമാണ്, പക്ഷേ ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മളെ സ്വീകരിക്കുന്നു. ശരിക്കും ഈജിപ്തിലെ ഈ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈജിപ്ഷ്യൻ ലൈഫിൻ്റെ ഒരു ഹൃദ്യത, അവരുടെ ഒരു ആതിഥ്യ സൽക്കാരം. ഇപ്പോൾ ഞങ്ങൾക്ക് ചായ തയ്യാറാക്കാൻ വേണ്ടി പോയതാണ്. വളരെ അപരിചിതരായിട്ടുള്ള, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന, ഇതാണൊരു കാർഷിക ജീവിതത്തിൻ്റെ, പ്രത്യേകിച്ച് മിസ്രി ജീവിതത്തിൻ്റെ ഒരു നന്മ നമുക്കിവിടുന്ന് മനസ്സിലാകുന്നുണ്ട്.